പ്രസംഗം പറഞ്ഞ് ബോറടിപ്പിക്കുമെന്നാണോ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ആണോ? എന്നാ കുഴപ്പമില്ല, ഇച്ചിരി നേരമായിട്ട് നമുക്ക് പ്രസംഗം പറയണമൊക്കെ കേൾക്കാമേ. വർഷത്തിൽ ഒന്നല്ലേ ഉള്ളൂ ആലോചിച്ചേ. അപ്പൊ നമുക്ക് കുറച്ച് നേരമൊക്കെ കേൾക്കാം അല്ലേ? മടുത്തോ കേട്ടെ? എന്നാലും കുഴപ്പമില്ല, ഞാനും കുറച്ചു നേരം പറയാം. അപ്പം നമ്മളൊക്കെ എന്തിനാ സ്കൂളിൽ വരുന്നേ? പഠിക്കാൻ. എന്റെ വീട്ടിൽ 2-3 പിള്ളേരുണ്ട്. അവർ എന്നോട് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെല്ലാം കാണാതെ പഠിച്ചിട്ട് എന്തിനാണ്? നിങ്ങളങ്ങനെ ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടോ? ഇതൊക്കെ കാണാതെ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇതിന്റെയൊക്കെ ഉത്തരം കിട്ടുമോ? എങ്ങനെയാ കിട്ടുന്നത്? ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, എന്ത് ചോദിച്ചാലും ഉത്തരം തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആരാ തരുന്ന നമുക്ക് ഉത്തരം? ആരാ? ഗൂഗിൾ തരും. പിന്നെ ആര് തരും? ചാറ്റ്ജിപിടി തരും. പിന്നെ ആര് തരും? യൂട്യൂബ് തരും. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഇപ്പൊ എന്നോട് പിള്ളേർക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇതെല്ലാം കാണാതെ പഠിച്ചിട്ട് എന്തിനാ? ഇതെല്ലാം നമ്മൾ യൂട്യൂബിൽ ചോദിച്ചാലും ചാറ്റ്ജിപിടി ചോദിച്ചാലും ജെമിനി ചോദിച്ചാലും പിന്നെ ഇഷ്ടം പോലെ പ്രോഗ്രാംസ് ഉണ്ട്, എവിടെ ചോദിച്ചാലും നമുക്ക് ഇതിന്റെ എല്ലാം ഉത്തരം കിട്ടും. പിന്നെ എന്തിനാ നമ്മൾ പഠിക്കുന്നത്? നമ്മൾ പഠിക്കുന്നത് എന്തിനാ? എന്തുവാ ചോദിക്കുന്നതെന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? നമ്മളൊരു കാര്യം ചോദിക്കണം, നമുക്ക് 6-4 കൂട്ടിയാ 10 നമുക്ക് ചാറ്റ്ജിപിടി ചോദിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും പഠിച്ചു നോക്കിയാൽ കിട്ടും. പക്ഷെ 6-4 കൂട്ടണ്ടേന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അതിനാണ് നമ്മൾ സ്കൂളിൽ വരുന്നത്, നമ്മൾ സാറുമാര് പറഞ്ഞു തരുന്നത്, അതിനാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അതിനാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാവോ, ഇനി നമ്മൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ +1 +2 കഴിഞ്ഞ് കുഞ്ഞു പിള്ളേര് പോട്ടെ, പുറകിലിരിക്കുന്നവർക്കൊക്കെ അറിയാവോ, നമ്മൾ +2 അല്ലെങ്കിൽ കഴിഞ്ഞ് അങ്ങ് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ജോലി എന്താണെന്ന്? ഇപ്പം ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി ഏതാ? AI ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നമ്മൾ എന്ത് ജോലിയാ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ജോലിയാ കിട്ടാൻ പോകുന്നത്, അങ്ങനെ ഒരു ഐഡിയ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു പിടിയും ഇല്ലാത്ത, നമ്മളിപ്പോ ഞങ്ങൾക്കൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ BEd കഴിഞ്ഞാൽ എന്നാ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഉണ്ട് ഞങ്ങളുടെയൊക്കെ